ഇന്ന് ഡിസംബർ 4 ചരിത്രം എന്താണ് പറയുന്നതെന്ന് നോക്കി വരാം. ഇന്ന് ഇന്ത്യൻ നാവികസേനാ ദിനമാണ്. പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ വിജയത്തിന്റെ ഓർമ്മയിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ അടിയറവ് പറയിപ്പിക്കുന്നതിൽ നാവികസേന വഹിച്ച പങ്ക് ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം. കറാച്ചിയിലെ പാക് നാവിക കേന്ദ്രം ഇന്ത്യൻ നാവികസേന ആക്രമിച്ചു തകർത്തു. ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നായിരുന്നു അതിന് പേര്. പാകിസ്ഥാൻ പടക്കപ്പലുകളടക്കം സകലതും ഇന്ത്യൻ നാവികസേന തകർത്തു. നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ വധിച്ചു. ഈ ആക്രമണമാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. 13 ദിവസം നീണ്ട യുദ്ധം. ഓപ്പറേഷൻ ട്രൈഡന്റിലാണ് മേഖലയിൽ ആദ്യമായി കപ്പലുകളിൽ മിസൈൽ ഉപയോഗിച്ചത്. 1972 മുതൽ നാവികസേനാ ദിനം തുടർച്ചയായി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം സിന്ധുദുർഗിൽ നാവികസേനാ ദിനം ആഘോഷിച്ചു. ഇത്തവണ ഒഡീഷയിലെ പുരി തീരത്താണ് നാവിക ദിനാഘോഷം. ഇന്ത്യൻ നാവികസേന അത്യാധുനികവും കരുത്തുറ്റതുമാണ്. വിമാനവാഹിനി കപ്പലുകൾക്കായി റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലുള്ള അന്തിമഘട്ടത്തിലാണ് സേന. സ്കോർപിയൻ ക്ലാസ് വിഭാഗത്തിലുള്ള 3 അന്തർവാഹിനികളും സൈന്യത്തിൽ ചേരും. ഇത് ഇന്ത്യൻ സമുദ്രമേഖലയിൽ നാവികസേനയുടെ ശക്തി കൂട്ടും. നിലവിൽ 62 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയുമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ആണവ ആക്രമണ അന്തർവാഹിനിക്കും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 2 ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുമുണ്ട്. ഇവ രണ്ടും 2036 കടലിലെത്തും. ഇത് ഇന്ത്യയുടെ വെള്ളത്തിനടിയിലെ കരുത്ത് വർദ്ധിപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെ 2ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിഘട്ട് സൈന്യത്തിൽ ഉൾപ്പെടുത്തി. ഇതിന്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. കൂടാതെ മിസൈൽ പരീക്ഷണവും നടക്കുന്നുണ്ട്. ആദ്യത്തെ ആണവ അന്തർവാഹിനി INS അരിഹന്ത് തുടർച്ചയായി പട്രോളിംഗിലാണ്. അടുത്തിടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ K4 വിക്ഷേപിച്ചത് വിജയകരമായിരുന്നു. അടുത്ത വർഷം മുതൽ ഓരോ മാസവും ഓരോ യുദ്ധക്കപ്പൽ നമ്മുടെ നാവികസേനയിൽ ഉൾപ്പെടുത്തും. സമുദ്രോപരിതലത്തിലും സമുദ്രാന്തർഭാഗത്തും ഒരുപോലെ പ്രവർത്തിക്കാൻ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ സജ്ജമാണ്. അത്യാധുനിക എയർക്രാഫ്റ്റുകളും പടക്കപ്പലുകളും നാവികസേനയുടെ കൈകളിലുണ്ട്. കടലിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടെ ഇന്ത്യ കൈവരിച്ച നേട്ടം അത്ഭുതപ്പെടുത്തുന്നതാണ്. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.